ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. CMC വിഷൻ്റെ കുടുംബ വിളക്കുകളിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. തൊടുപുഴയിൽ ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. അന്നേരമാണ് ഒരു വൃദ്ധനായ ഒരപ്പനെ കാണുന്നത്. കയ്യിലിങ്ങനെ ഒരു ട്രങ്ക്, പണ്ട് നമ്മൾ ട്രങ്ക് പെട്ടി എന്നൊക്കെ പറയുന്ന ആ ഒരു ട്രങ്കും മറ്റേ കയ്യിലിങ്ങനെ ഈ ചെറിയൊരു ബെഡും പായും കൂടെ പൊതിഞ്ഞതും കൂടെ രണ്ട് കൈ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. ഓരോ ബസ് വരുമ്പോഴും കാർന്നവർ ഓടി ഇങ്ങനെ ചെല്ലും, എന്നിട്ട് തിരിച്ചു വരും. കണ്ണ് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഞാൻ അടുത്ത് ചെന്നിട്ട് ചോദിച്ചാൽ എങ്ങോട്ടാണ് പോകണ്ടേ? അപ്പോൾ പറഞ്ഞു മൂവാറ്റുപുഴയ്ക്കാണ്. അങ്ങനെ ഞാനും കൂടെ ഒരു പെട്ടിയൊക്കെ പിടിച്ച് ഞങ്ങൾ ഒരുമിച്ച് അടുത്ത മൂവാറ്റുപുഴ ബസ് വന്നപ്പോൾ കയറി ഇരിക്കുകയാണ്, അടുത്തടുത്ത് ഇരിക്കുക. എന്താ മൂവാറ്റുപുഴയ്ക്ക്? രണ്ടാമത്തെ മകൻ്റെ വീട് അവിടെയാണ്. ഇതിപ്പോൾ ഇവിടെയോ? ഇവിടെ മൂന്നാമത്തെ മകൻ്റെയാണ്. എത്ര മക്കളുണ്ട്? 4 മക്കളുണ്ട്. എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത്? കിടക്കയൊക്കെ ഉണ്ടല്ലോ. അത് ഈ ഭാര്യ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, വീതം വെക്കുമ്പം കുറച്ച് നമുക്ക് വെക്കണോ. ഞാൻ മണ്ടത്തരം കാണിച്ചു. ഞാൻ പറഞ്ഞു മക്കൾ നമ്മളെ നോക്കുകയല്ലടി എന്ന് ചോദിച്ചു. അതുകൊണ്ട് മക്കൾ നോക്കുന്നുണ്ട്. 4 മക്കളുള്ളത് 12 മാസത്തെ അങ്ങ് ഡിവൈഡ് ചെയ്തു 3ആയിട്ട്. 3 മാസം കഴിയുമ്പം അടുത്ത മക്കളുടെ വീട്ടിലേക്ക് ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി കേട്ടോ. നല്ല സ്നേഹമുള്ള മക്കളാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ ധൂർത്തപുത്രൻ്റെ ഉപമ വായിക്കുന്നത്. ധൂർത്തപുത്രൻ അപ്പനോട് ചോദിച്ചത് എന്താണ്? എനിക്കുള്ള ഓഹരിയാണ്, എനിക്കുള്ള ഓഹരി തരിക എന്നാണ് പറഞ്ഞത്. ഈ ഓഹരി ചോദിച്ചപ്പോൾ ഈ പുത്രൻ അപ്പൻ അയാളുടെ സ്വത്താണ് എന്ന് വിചാരിച്ചില്ല. അപ്പനെ വേണം, അമ്മയെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബസ്വത്തിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കാറുണ്ടോ? കുടുംബസ്വത്തിൻ്റെ പേരിൽ കലഹം നടക്കുന്ന കുടുംബങ്ങളിൽ മുഴുവൻ അപ്പനും അമ്മയും ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തും അപ്പനും അമ്മയ്ക്കും ഇപ്പോൾ ഉള്ള സ്വത്തും അത് മക്കൾ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള സമരമാണ് ഉണ്ടാകുന്നത്. അല്ലാതെ അപ്പനെയും അമ്മയും ഞാൻ തന്നെ നോക്കും, എനിക്ക് വേണം എൻ്റെ അപ്പനെയും അമ്മയും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പനും അമ്മയുമാണ് ഭൗതികമായ സമ്പത്തിനേക്കാളും മക്കളുടെ ഏറ്റവും വലിയ ഓഹരി എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും കുടുംബത്തിൽ കുടുംബകലഹം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാവില്ല. ഇവിടെ ഒരപ്പനിങ്ങനെ പെട്ടിയും തൂക്കി എല്ലാ 3-ാം മാസങ്ങളിലും ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്ര തുടരുന്നുണ്ടെങ്കിൽ മക്കളെ പഠിപ്പിക്കണം എന്ന് ചാവറപ്പിതാവ് പറഞ്ഞിട്ടുണ്ട്. പ്രായമാകുമ്പോൾ മാതാപിതാക്കളെ മക്കൾ ബഹുമാനിക്കണമെങ്കിൽ മക്കളെ ബാല്യത്തിൽ ക്രൈസ്തവ മൂല്യങ്ങളിൽ വളർത്തണം എന്നാണ് ചാവറപ്പിതാവ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ ക്രൈസ്തവ മൂല്യങ്ങളിൽ മക്കളെ വളർത്താത്ത മാതാപിതാക്കൾ ഇപ്പം തന്നെ പെട്ടിയും ബാഗുമൊക്കെ മേടിച്ച് വെച്ചോളുക. യാത്ര തുടങ്ങേണ്ട സമയമാകാറായി. ആമേൻ.